ഹലോ നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയൊരു പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിനെ പോലീസ് പിടിക്കുകയാണല്ലോ. ഗജാനന്ദൻ്റെ വക ഒരു ട്രാപ്പിലൂടെ നമ്മുടെ സച്ചിനെ പോലീസ് പിടിക്കുകയാണ്. സച്ചിൻ്റെ കൂട്ടുകാരനെയാണ് പിടിക്കുന്നത്. അത് സച്ചിൻ്റെ കൂട്ടുകാരനെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് സച്ചി വരുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ കാറിൽ മയക്കുമരുന്നൊക്കെ വെച്ചതിൻ്റെ പേരിലാണ് കൂട്ടുകാരനെ പിടിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പോലീസുകാരൻ്റെ വേഷം അല്ലാണ്ട് വേറൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ പോലീസുകാരനാണ്, പക്ഷേ ആൾ യൂണിഫോം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കൂട്ടുകാരനെ ഒരൊറ്റ അടി അടിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാളാണെന്ന് വിചാരിച്ച് സച്ചി അയാളെ തിരിച്ചടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോലീസുകാരൻ്റെ മേൽ കൈ വെക്കാറായടാന്ന് ഇത് പറഞ്ഞിട്ട് വീണ്ടും സച്ചിന് ഒരുപാട് അടിക്കുന്നുണ്ട് കേട്ടോ. സച്ചിക്ക് അറിയില്ലായിരുന്നു അത് പോലീസുകാരൻ ആണെന്നുള്ള കാര്യം. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു സാറ് പോലീസുകാരനാണെന്ന്. എൻ്റെ കൂട്ടുകാരെ തല്ലണം കണ്ടപ്പോൾ ഞാൻ തല്ലിയതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരത് കേൾക്കാനൊന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ. അങ്ങനെയാണ് സച്ചിനെ പിടിച്ച് സെല്ലിൻ്റെ ഉള്ളിൽ ഇടുന്നത്. ഈ സമയത്ത് സച്ചിനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി അവിടേക്ക് വരുന്നത്. അപ്പോൾ രേവതി വിട്ട് കരയാണ് കേട്ടോ സച്ചിനെ അടിക്കുന്ന കണ്ടിട്ട്. അങ്ങനെ സച്ചി രേവതിനോട് പൊക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രേവതി പോകാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. സച്ചിനെ തല്ലണ കാണുമ്പോൾ സച്ചിനെ പിടിച്ച് വലിച്ചവർ സെല്ലിൻ്റെ ഉള്ളിലിട്ട് അടയ്ക്കുകയാണ്. എന്നിട്ട് രേവതിനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ്റെ മുന്നിൽ കൈ കൂപ്പിയിട്ട് തൊഴുത് പറയാണ് കേട്ടോ, സച്ചി ഒരിക്കലും ഒരു തെറ്റ് ചെയ്യൂല, ഈ ഒരു തെറ്റ് ആളല്ല ചെയ്തത്. അങ്ങേക്ക് എവിടെ ആർക്കൊരു ദോഷം ഉണ്ടെങ്കിൽ ഒരു ഉപകാരം ചെയ്യാനുണ്ടെങ്കിൽ ആളെ ഓടിയെത്തും. ഒരാൾക്കൊരു ദോഷം ചെയ്യാത്ത ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സച്ചിനെ പറ്റി ഭയങ്കരമായിട്ട് നല്ല കാര്യങ്ങളൊക്കെയാണ് പോലീസുകാരുടെ. സച്ചിന് രേവതിയുടെ ഒരു കരച്ചിൽ കാണുമ്പോൾ പോലീസുകാരന് വിഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസുകാരൻ പറയുന്നുണ്ട്, ഈ മയക്കുമരുന്നിൻ്റെ കാര്യം ഞങ്ങൾ അന്വേഷിക്കാം, അതെങ്ങനെയാണ് എത്തിയെന്ന്. പക്ഷേ പോലീസുകാരനെ തല്ലിയത് അതങ്ങനെ നിസ്സാരമാക്കി കളയാൻ പറ്റില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രേവതിനോട് സച്ചി അവിടെ നിന്ന് പറയുന്നത്, നീ മാപ്പൊന്നും പറയേണ്ട കാര്യമില്ല, നീ മാപ്പ് പറയേണ്ട, ഞാനല്ലേ തെറ്റ് ചെയ്തത്, നീ പൊക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന് സമയത്ത് ശരിക്കും സച്ചിക്ക് ഇങ്ങനെ മനസ്സിലാവാണ്ട്ടെ രേവതിക്ക് എത്രമാത്രം സച്ചിന് ഇഷ്ടമാണെന്നുള്ളത്. അതിനോട് കൂടിയിട്ട് രണ്ടുപേരും ഭയങ്കരമായിട്ട് ഒരു മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഒരു അടുപ്പൊക്കെ ആവുന്നുണ്ട് ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട്.